ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് സ്വർണ്ണങ്ങളെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊല്ലം പുനലൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. പുനലൂർ കലേനാട് കൂത്തനാടി സ്വദേശിനി ശാലിനിയാണ് ഭർത്താവ് ഐസക് കൊലപ്പെടുത്തിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ വിവരം ഐസക് ഫേസ്ബുക്ക് ലൈവിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇന്ന് രാവിലെ 6:30 ശാലിനി താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഇയാൾ എത്തുന്നത്. അതിനുശേഷം മുഖത്തും കഴുത്തിലും കത്തി ഉപയോഗിച്ച് വെട്ടുകയും കുത്തുകയുമായിരുന്നു. ആ സ്ത്രീയുടെ നിലവിളി കേട്ട് അയൽവാസികളായിട്ടുള്ള ആൾക്കാർ ഓടിയെത്തി. ആ സമയത്തും പ്രതി അവിടെ ഉണ്ടായിരുന്നു. ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് പ്രതി അവിടെ നടത്തിയത്. കൊലപാതകത്തിന് ശേഷം പ്രതി സംഭവ സ്ഥലത്ത് നിന്ന് പോയി. അതിനുശേഷമാണ് ഫേസ്ബുക്ക് ലൈവിൽ വരുന്നത്. ആ ലൈവിൽ പറയുന്നത് താൻ പറയുന്നതൊന്നും ഭാര്യ കേൾക്കുന്നില്ല, അതുകൊണ്ട് ഭാര്യയെ താൻ കൊലപ്പെടുത്തി. താൻ അറിയാതെ സ്വർണം പണയം വെച്ച് ഭാര്യ പണം സ്വന്തമാക്കി. ആ കാരണങ്ങളൊക്കെ കൊണ്ട് ഭാര്യയെ കൊലപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് ആ ഫേസ്ബുക്ക് ലൈവിൽ പ്രതി പറയുന്നത്. നേരത്തെ തന്നെ ഇവർ തമ്മിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് സ്വന്തം വീട്ടിലേക്ക് ശാലിനി പോയി താമസിച്ചത്. പലതവണ ഇയാളുടെ ദുഷ്ടത്തരത്തെക്കുറിച്ചൊക്കെ തന്നെ ശാലിനി പോലീസിൽ പരാതി നൽകിയിരുന്നു. പലതവണ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചാണ്. 2 ആൺമക്കളാണ് ഇവർക്കുള്ളത്. അതിൽ ഒരു കുട്ടി അർബുദബാധിതനാണ്. അതിൽ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നത് ഈ കുട്ടിയുടെ കാര്യങ്ങൾ അമ്മ നോക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രദേശവാസികളായിട്ടുള്ള അയൽക്കാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് പ്രതി ഐസക് പറയുന്ന പൂർണ്ണമായും കള്ളമാണ്. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയത് അമ്മയാണെന്നുള്ളതാണ്. പോലീസ് ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, അയാൾക്കെതിരായിട്ട് ശക്തിയായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകം ഉണ്ടാവുമായിരുന്നു. രാവിലെ 9 മണിയോടുകൂടി പ്രതി പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. താൻ ഭാര്യയെ കൊലപ്പെടുത്തിയ ആളാണെന്ന് പോലീസിനോട് അറിയിക്കുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയാണ്.